ഫോറസ്റ്റ് സ്റ്റേഷനിലെ രൂക്ഷപ്രകടനത്തിൽ കോന്നി എം.എൽ.എ. കെ.യു. ജനീഷ് കുമാറിനെതിരെ കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ രംഗത്ത്. വന്യജീവി സംഘർഷം തടയാൻ വനം വകുപ്പിനൊപ്പം നിൽക്കേണ്ടവരാണ് ജനപ്രതിനിധികൾ. എന്നാൽ ജീവനക്കാരെ ഇരകളാക്കാൻ ശ്രമിക്കുന്നുവെന്നും ജീവനക്കാരുടെ നിസ്സഹായ അവസ്ഥ മുഖ്യമന്ത്രിയെയും വനം മന്ത്രിയെയും ധരിപ്പിക്കുമെന്നും ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ. ദിനേശ് പറഞ്ഞു. അവിടെ കോന്നി പാടം ഫോറസ്റ്റ് സ്റ്റേഷൻ അതിർത്തിയിൽപ്പെട്ട ഒരു വൻകിട വ്യാപാരിയുടെ കൈതച്ചക്ക തോട്ടത്തിലേക്ക് നിരന്തരം ആന കയറുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തോട്ടക്കാരൻ അല്ലെങ്കിൽ ആ മുതലാളിയുടെ നിർദ്ദേശാനുസരണം സാധാരണ സൗരോർജ്ജ വേലിയിൽ നിന്ന് വ്യത്യസ്തമായി വൈദ്യുതി നേരിട്ട് കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ സാഹചര്യത്തിൽ കാട്ടാന കറണ്ടടിച്ച് വൈദ്യുതാഘാതമേറ്റ് മരണപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് ആ പ്രതിയെന്ന് സംശയിക്കുന്ന ആളും അയാളോടൊപ്പം ദിവസങ്ങളോളം താമസിച്ചിരുന്ന ഈ കുറ്റകൃത്യത്തിൻ്റെ കൂടെ ദൃക്സാക്ഷിയായിട്ടുള്ള ആളിനെയും കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യുവാനായി എന്ന വന്യജീവികളെ തിരികെ കാട്ടിലേക്ക് കയറ്റുവാനായിട്ട് അഹോരാത്രം പണിപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആ സാഹചര്യത്തിൽ ഞങ്ങളോടൊപ്പം നിൽക്കേണ്ട ജനപ്രതിനിധികളടക്കം ഈ വിഷയങ്ങൾ പരിഹരിക്കേണ്ട ജനപ്രതിനിധികളടക്കം ഞങ്ങൾക്കെതിരെ, അതായത് വനസംരക്ഷണ വിഭാഗം ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കുന്നതിന് ഗവൺമെൻറ് ഏൽപ്പിച്ച വന്യജീവി സംരക്ഷണവും മനുഷ്യവന്യജീവി സംഘർഷം ലഘൂകരിക്കലെന്ന് പറയുന്ന ജോലി വളരെ ഭംഗിയായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന വനസംരക്ഷണ വിഭാഗം ജീവനക്കാർക്കെതിരെ ഇങ്ങനെ വ്യാപകമായി ഉണ്ടാകുന്ന ജോലിക്ക് സുരക്ഷിതത്വമില്ലാത്ത അവസ്ഥ ഒഴിവാക്കണം എന്ന് തന്നെയാണ് കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ്റെ